ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് നമുക്കൊരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ആയിരിക്കുവാൻ കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. നമുക്കൊരുമിച്ച് കർത്താവ് ഇങ്ങനെ നൽകുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവവചനം പഠിക്കുക എന്ന് പറയുന്നത് പിശാചിനൊട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ദൈവവചനം പഠിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ വിഷയമൊന്നുമില്ലാത്ത കാര്യമാണെന്ന്. അങ്ങനെയല്ല. ദൈവവചനം പഠിക്കുക, ഒരു ദൈവപൈതൽ അവൻ ദൈവവചനം പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുന്നത് പിശാചിനൊരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. കാരണം അവനറിയാം, ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് ദൈവമക്കൾ പഠിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പദ്ധതികളും അവൻ്റെ കാര്യങ്ങളുമൊക്കെ പരാജയപ്പെടും എന്നുള്ളത് അവന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ദൈവവചന പഠനത്തെ പിശാച് എപ്പോഴും എതിർക്കുകയും ആളുകളെ അതിൽ നിന്ന് തടയാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ മറക്കരുത്. എന്നാൽ നമുക്ക് ഒരുമിച്ച് ദൈവം ഇങ്ങനെ നൽകി തരുന്ന ഈ ദൈവത്തിൻ്റെ കൃപയും ഈ ദൈവികമായ അവസരവും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനുള്ള അവരുടെ താല്പര്യമാണ് അവരെ ഇങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നത് എന്നോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വീണ്ടും കടന്നു വരാം. എഫേസ് ലേഖനം 3-ാം അധ്യായം ആണ് നമ്മൾ ഈ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 8-9 വാക്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത്. ആ ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായിട്ട് ചിന്തിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എഫേസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളാണ് നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. എഫേസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വന്നിരിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം ഇതാണ്: സ്വർഗത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അറിയായി വന്നിരിക്കുന്നു, അറിയാൻ കഴിഞ്ഞിരിക്കുന്നു. എന്തിനനുസരിച്ച്? 11-ാം വാക്യം, അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം. ആര് മുഖാന്തരം? സഭ മുഖാന്തരം അറിയുവാൻ കഴിഞ്ഞിരിക്കുന്നു. വളരെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, സഭ എന്നുള്ള വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, അല്ലെങ്കിൽ ഒരു ദൈവവചന ഭാഗമാണ് ഇവിടെ അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നത്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അപ്പം ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അത് സ്വർഗത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അറിയുവാനായിട്ട് കഴിഞ്ഞു. അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ ബഹുവിധ ജ്ഞാനം എന്താ? ബഹുവിധ ജ്ഞാനം എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള ജ്ഞാനമാണ്. അവിടെ ബഹുവിധ ജ്ഞാനങ്ങൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ബഹുവിധമായ ജ്ഞാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ജ്ഞാനം, ആ ഒരറിവ്, അതിന് പല തലങ്ങളുണ്ട് എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അറിവൊന്നാണ്, പക്ഷെ ആ അറിവിന് പല തലങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ആ തലങ്ങൾ? നമ്മൾ 2-ാം അധ്യായം തൊട്ട് ആവർത്തിച്ച് പറഞ്ഞു വരുന്ന കാര്യമാണ്. കാരണം
ഇസ്രായേല്യരും യഹൂദന്മാരും വിജാതീയരും ഈ രണ്ട് കൂട്ടർക്കും ദൈവവുമായിട്ട് ബന്ധമില്ലായിരുന്നു. ഈ രണ്ട് കൂട്ടർക്കും പരസ്പരം ബന്ധമില്ലായിരുന്നു. എന്നാൽ ഈ രണ്ട് കൂട്ടരെയും പരസ്പരം വിഭജിച്ചിരുന്ന വിഭജിച്ചിരുന്ന ആ വേർപാടിൻ്റെ നടുച്ചുവർ കർത്താവായ യേശുക്രിസ്തു ഇടിച്ചു കളഞ്ഞ് ഈ രണ്ട് കൂട്ടത്തെയും ഒന്നാക്കി ചേർത്തിട്ട് ഇവരെ രണ്ട് കൂട്ടരെയും ക്രിസ്തുവിലൊരു പുതിയ സൃഷ്ടിയാക്കി തീർത്ത് ഇവരെ ദൈവവുമായിട്ട് നിരപ്പിച്ചു. അപ്പം പല വിധത്തിലായതിൻ്റെ പ്രവർത്തനം, പല തലങ്ങളിലാണ് ഈ ദൈവിക ജ്ഞാനത്തിൻ്റെ പ്രവർത്തനം നിൽക്കുന്നത്. അതാ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം ഒന്നാണ്. ദൈവത്തിൻ്റെ മനസ്സിൽ മറഞ്ഞു കിടന്നിരുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടന്നിരുന്ന ആ മർമ്മം, അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിച്ച ആ ജ്ഞാനം, അത് ഒരു കാര്യമാണ്. പക്ഷേ അതിന് പല തലങ്ങളിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ കയറി വരുന്നുണ്ട്. അതവിടെ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ നേരത്തെ 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ദൈവം ലോക സൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് നമ്മളവിടെ വായിച്ചു. അപ്പോൾ ഈ ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചതാണ്. ഈ ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് ദൈവം ലോക സൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായിട്ട് മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ജ്ഞാനം. അപ്പം ആർക്കൊക്കെ മറഞ്ഞിരുന്നു? വാസ്തവത്തിൽ ഇത് മറഞ്ഞിരുന്നത് ദൈവത്തിനൊഴികെ ബാക്കി എല്ലാവർക്കും ഇത് മറഞ്ഞിരിക്കുകയായിരുന്നു. ദൈവത്തിനൊഴികെ ബാക്കി എല്ലാവർക്കും ഇത് മറഞ്ഞിരിക്കുകയായിരുന്നു. കാരണം ഇത് എവിടെയായിരുന്നു ഈ ജ്ഞാനം ഉണ്ടായിരുന്നത്? ഇത് ദൈവത്തിൻ്റെ ഉള്ളിലാണ് ഉണ്ടായിരുന്നത്, ദൈവത്തിലാണ് ഉണ്ടായിരുന്നത്. ദൈവത്തിലുണ്ടായിരുന്നത് കൊണ്ട് ദൈവമൊഴികെ മറ്റെല്ലാവർക്കും ഇത് മറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം അത് ദൈവം എന്ത് ചെയ്തു? 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ആ മർമ്മം അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ. അപ്പം ആ ജ്ഞാനം, ദൈവത്തിൻ്റെ മനസ്സിനകത്ത് ലോക സൃഷ്ടിക്ക് മുൻപേ മറഞ്ഞിരുന്ന ആ മർമ്മം, ആ ജ്ഞാനം, അത് ദൈവമൊഴികെ മറ്റാർക്കും വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ ദൈവം അത് തൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും അത് വെളിപ്പെടുത്തി. അവരന്വേഷിച്ച് കണ്ടുപിടിച്ചതല്ല, ദൈവം അത് വെളിപ്പെടുത്തുക ചെയ്തത്. എന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അപ്പോസ്തലനായ പൗലോസിലൂടെ ഇത് സഭയിലെ എല്ലാവർക്കും വെളിപ്പെടുത്തി കിട്ടി. അപ്പോൾ നോക്കിക്കേ, ആ സ്റ്റെപ്പുകൾ നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? ഇത് ദൈവത്തിൽ മറഞ്ഞിരിക്കുകയായിരുന്നു, മറ്റാർക്കും ഇതറിയില്ലായിരുന്നു. അത് ദൈവം തൻ്റെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും തൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തി കൊടുത്തു. ഒന്ന്, അപ്പോൾ അവർക്കത് മനസ്സിലായി. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പ്രസംഗങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും ഇത് ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അവർക്കും അത് മനസ്സിലായി. അപ്പോൾ ഭൂമിയിലുള്ളവർക്ക് ഇത് മനസ്സിലായി. ഇനി ആർക്കാ മനസ്സിലാകാൻ ബാക്കിയുള്ളത്? സ്വർഗത്തിലുള്ളവർക്ക്. അവർക്കത് മനസ്സിലായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, സ്വർഗത്തിൽ ദൈവം മാത്രമല്ലല്ലോ ഉള്ളത്. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കിത് മനസ്സിലായിട്ടില്ല. ആർക്കേ ഇപ്പോൾ മനസ്സിലായിട്ടുള്ളൂ? അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് കൊണ്ട് അവർക്ക് മനസ്സിലായി. അവർ വെളിപ്പെടുത്തി കൊടുത്തത് കൊണ്ട് ദൈവസഭയ്ക്ക് മനസ്സിലായി. സ്വർഗത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഒന്നും എന്ത് ചെയ്തിട്ടില്ല? ഇത് മനസ്സിലായിട്ടില്ല. അപ്പം അവർക്ക് എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? ഈ ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അറിയായി വന്നിരിക്കുന്നു. ഇപ്പോൾ അവർക്കും അത് മനസ്സിലായി. ആർക്ക്? സ്വർഗത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും. അപ്പോൾ അവിടെ 2 തലങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കാരണം സ്വർഗത്തിലെ വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറയുമ്പോൾ
രണ്ട് തലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ദൈവദൂതന്മാർക്ക് ഇത് മനസ്സിലായി. രണ്ട്, പിശാചിനും അവൻ്റെ കൂട്ടാളികൾക്കും ഇത് മനസ്സിലായി. കാരണം ഇതിനെ രണ്ടിനെയും പുതിയ നിയമം സ്വർഗത്തിലെ വാഴ്ചകളും അധികാരങ്ങളും എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഫേസ് ലേഖനം തന്നെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. എഫേസ് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പോൾ ഈ ദുഷ്ടാത്മസേന ഇപ്പോൾ എവിടെയുമുണ്ട്, സ്വർലോകങ്ങളിലുമുണ്ട്, അതിപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് തലത്തിൽപ്പെട്ട വാഴ്ചകളും അധികാരങ്ങളും ഉണ്ട്. ഏതൊക്കെ? ദൈവദൂതന്മാരുടെ ആ ഹയരാർക്കിയും പൈശാചിക ശക്തികളുടെ ആ ഹയരാർക്കിയും, ഇത് രണ്ടും അവിടെ ഉണ്ട്. അപ്പം ഇവർക്കെല്ലാവർക്കും ഇപ്പോഴിതെന്ത് ചെയ്തിരിക്കുന്നു? വെളിപ്പെട്ടിരിക്കുന്നു. ഇത് വെളിപ്പെട്ടിരിക്കുന്നു. എന്താ? ദൈവത്തിൻ്റെ ഈ ബഹുവിധമായ ജ്ഞാനം അവർക്ക് ഇപ്പോഴെന്ത് ചെയ്തു? വെളിപ്പെട്ടു. അപ്പം ആദ്യം ആർക്കും അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ദൈവം അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെടുത്തി കൊടുത്തു. അവരിലൂടെ അത് സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഇപ്പോൾ സ്വർഗത്തിലുള്ളവർക്കും വെളിപ്പെട്ടിരിക്കുന്നു. ഇത് അവിടുത്തെ ആ സീക്വൻസ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതവിടെ വായിക്കുന്നത്, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. അപ്പം ഇങ്ങനത് അവർക്ക് മനസ്സിലായി വന്നു. എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ 11-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ആര്? ദൈവം, പിതാവായ ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം. എന്താ അനാദി നിർണയം എന്ന് പറഞ്ഞാൽ? അനാദികാലം മുതൽ താൻ എടുത്തു വച്ചിരുന്ന അല്ലെങ്കിൽ താൻ തീരുമാനിച്ചിരുന്ന ആ തീരുമാനപ്രകാരം. നിർണയം എന്ന് പറഞ്ഞാൽ തീരുമാനം എന്നർത്ഥം. അപ്പം അനാദികാലം മുതൽ താൻ തീരുമാനിച്ചിരുന്ന ആ തീരുമാനപ്രകാരം അതാരിൽ നിവർത്തിച്ചു? ക്രിസ്തുവിൽ നിവർത്തിച്ചു. അപ്പം എന്താ ദൈവം അനാദികാലത്തിൽ എടുത്തു വെച്ച തീരുമാനം? നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഇവരെ എല്ലാവരെയും ഒന്നായി ചേർക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ തീരുമാനം, അല്ലേ? നമ്മൾ എഫേസ് ലേഖനം തന്നെ 1-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവനിൽ, ആരിൽ? ക്രിസ്തുവിൽ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. എന്താണത്? അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. അപ്പോൾ അനാദി നിർണയം എന്ന് പറയുന്നത് ഇതാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം ഒന്നായി ചേർക്കുക, ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക. അത് ആ അനാദി നിർണയം ആരിൽ നിവർത്തിച്ചു? ക്രിസ്തുവിൽ നിവർത്തിച്ചു, യേശു ക്രിസ്തുവിൽ നിവർത്തിച്ചു. അപ്പോൾ ഈ ഐക്യത ആരിലാണ് നിവർത്തിക്കപ്പെട്ടത്? ക്രിസ്തുവിലാണ് നിവർത്തിക്കപ്പെട്ടത്, അല്ലെ? ക്രിസ്തുവാണ് ഈ വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് ഇരുപക്ഷത്തെയും ഒന്നാക്കി അവരെ തന്നിൽ ഒരു പുതു മനുഷ്യനാക്കി ദൈവത്തോട് എന്ത് ചെയ്തത്? നിരപ്പിച്ചത് ആരാ? അത് ക്രിസ്തുവാണ്. തൻ്റെ മരണത്തിലൂടെയാണത് അവൻ ചെയ്തത്. അപ്പം ക്രിസ്തുവിലാണ് ദൈവത്തിൻ്റെ ഈ തീരുമാനം എന്ത് ചെയ്തത്? നിവർത്തീകരിക്കപ്പെട്ടത്. അപ്പോൾ ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇപ്പം നമ്മൾ പറഞ്ഞെങ്ങനെയാണ്? ഈ മർമ്മം, ഈ ജ്ഞാനം ദൈവത്തിൻ്റെ ഉള്ളിൽ നിൽക്കുകയായിരുന്നു, വേറെ ആർക്കും അറിയില്ലായിരുന്നു. ദൈവം ആദ്യം അത് എന്ത് ചെയ്തു? ക്രിസ്തുവിൽ അത് നിവർത്തിച്ചു. അതാണ് ആദ്യം ചെയ്തത്. ആ നിവർത്തിച്ച കാര്യം അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും അവൻ വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അത് അവർക്ക് മനസ്സിലായി. അവരുടെ പ്രസംഗത്തിലൂടെയും എഴുത്തുകളിലൂടെയും സഭയ്ക്ക് മനസ്സിലായി. അത് ഇപ്പോൾ
സ്വർഗത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മനസ്സിലായി. എങ്ങനെയെന്ന് വെച്ചാൽ അവിടെ പറഞ്ഞു, സഭ മുഖാന്തരം. അപ്പം സഭയിലൂടെയാണ് സ്വർഗത്തിലുള്ളവർക്ക് ഈ യൂണിറ്റിയുടെ സന്ദേശം മനസ്സിലാകുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോസ്തലനായ പൗലോസ് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരുന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പം സ്വർഗത്തിലുള്ളവർക്ക് ഈ യൂണിറ്റിയുടെ സന്ദേശം, ഈ ഐക്യതയുടെ സന്ദേശം, സകലത്തെയും ഒന്നായി ചേർക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ആ മനസ്സിൽ മറഞ്ഞു കിടന്ന ആ ജ്ഞാനത്തെ സ്വർഗത്തിലുള്ളവർക്ക് ദൈവം വെളിപ്പെടുത്തുന്നത് ഭൂമിയിലുള്ള ഈ സഭയിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം സഭയ്ക്ക് 2 മേഖലകളിൽ ദൗത്യമുണ്ട്. നമ്മൾ പലപ്പോഴും സഭയുടെ ഒരു ദൗത്യമേ നമ്മൾ എടുക്കാറുള്ളൂ. എന്താ? സഭയ്ക്ക് ഈ ലോകത്തിലെ മറ്റു മനുഷ്യരോടുള്ള ദൗത്യം. അതുള്ളപ്പോൾ തന്നെ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭയ്ക്ക് സ്വർഗത്തിലുള്ള വാഴ്ചകളോടും അധികാരങ്ങളോടും സഭയ്ക്കൊരു ദൗത്യമുണ്ട്. എന്ത് ദൗത്യം? ഈ സഭയിലൂടെ ദൈവത്തിൻ്റെ മനസ്സിലുള്ള ഈ യൂണിറ്റിയുടെ, ഈ ഐക്യതയുടെ സന്ദേശം, ഈ തീരുമാനം സഭയിലൂടെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അത് സഭയ്ക്ക് സ്വർഗത്തിലെ വാഴ്ചകളോടും അധികാരങ്ങളോടുമുള്ള ഉത്തരവാദിത്വമാണ്. ഇത് നമ്മൾ പലപ്പോഴും മറന്നു കളയുക ചെയ്യുന്നത്. നമ്മൾ ഇവിടെ സുവിശേഷം അറിയിക്കുക എന്നുള്ള പേരിൽ പല കാട്ടിക്കൂട്ടലുകളും നടത്തുമ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മറന്നു പോകും. നമ്മൾ മറക്കരുത്. നോക്കിക്കേ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. സുവിശേഷം നമ്മൾ പ്രസംഗിക്കണം, പറയണം. അത് നിർബന്ധം, അത് മസ്റ്റാണത്. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല. പക്ഷേ ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം മറ്റുള്ളവർക്കത് സുവിശേഷമായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കർത്താവ് വച്ചിട്ടുള്ളൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അപ്പോൾ ഈ ലോകത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിന് മുൻപ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ പ്രസംഗത്തിലൂടെയല്ല ലോകം നാം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് മനസ്സിലാക്കുമ്പോൾ, പിന്നെയോ നമ്മുടെ പരസ്പരമുള്ള സ്നേഹത്തിലൂടെയാണ്. ഇത് മറക്കരുത്. അപ്പം ദൈവസഭയ്ക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ, ലവ് വൺ അനദർ എന്നുള്ളതാണ്. പരസ്പരം എന്ത് ചെയ്യുക? സ്നേഹിക്കുക എന്നുള്ളതാണ്, അല്ലേ? കർത്താവ് അതിൻ്റെ ആ 13-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ, നമ്മളിപ്പോൾ വായിച്ചതിൻ്റെ തൊട്ടുമുമ്പിലത്തെ വാക്യത്തിൽ കർത്താവ് പറയുക, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ കർത്താവ് നമുക്ക് തന്ന പുതിയ കൽപ്പന എന്താ? യു ഷുഡ് ലവ് ഈച്ച് അതർ. നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അതായത് സഭയാകണമെങ്കിൽ സഭയ്ക്കകത്ത് എന്തുണ്ടാകണം? സ്നേഹം ഉണ്ടാകണം. ഞാൻ പറഞ്ഞാൽ മറക്കരുത്. സഭയാകണമെങ്കിൽ സഭയ്ക്കകത്ത് എന്ത് വേണം? സ്നേഹം വേണം. സ്നേഹമില്ലാത്തത് എന്തല്ല? സഭയല്ല. അത് നാട്ടുകാർക്കും മനസ്സിലാവില്ല, സ്വർഗത്തിലുള്ളവർക്കും മനസ്സിലാവില്ല. കാരണം സ്വർഗത്തിലുള്ളവർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് സഭയാണ്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെയൊക്കെ സഭ കണ്ടു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൂതന്മാർക്ക് എന്തായിരിക്കും മനസ്സിലാവുക? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമായത്. ഇത് നമ്മൾ ഒട്ടും ചിന്തിക്കാത്തതും
എന്നാൽ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതുമായിട്ടുള്ളൊരു വിഷയമാണിത്. നമ്മുടെയൊക്കെ സഭകൾ കണ്ടാൽ സ്വർഗത്തിലെ ദൂതന്മാർക്ക് എന്താ തോന്നുക? ഈ സ്നേഹമില്ലാത്ത, പരസ്പരം ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ കഴിയാത്ത, പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയാത്ത, പരസ്പരം അംഗീകരിക്കാൻ കഴിയാത്ത, ചെറിയൊരു എന്തെങ്കിലും എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവനെ നശിപ്പിച്ച് അവനെ ഇല്ലാതാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്ന സഭയ്ക്കകത്തേക്ക് നമ്മുടെ സ്വഭാവം കണ്ടാൽ സ്വർഗത്തിലെ ദൂതന്മാർക്ക് എന്തുവാ മനസ്സിലാകാൻ പോകുന്നത്? ദൈവത്തിൻ്റെ ഈ പദ്ധതി നമ്മുടെ സഭയിലൂടെ സ്വർഗത്തിലെ ദൂതന്മാർക്ക് മനസ്സിലാകുമോ? ചിന്തിക്കേണ്ടതല്ല. ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ് പ്രിയമുള്ളവരെ. ദൈവം നമ്മെ വിളിച്ചത് ഇത് വെളിപ്പെടുത്താനാണ്. എന്ത് വെളിപ്പെടുത്താൻ? ഈ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മിലൂടെ വെളിപ്പെടുത്താനാണ് ദൈവം നമ്മളെ വിളിച്ചത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ നമ്മുടെ സഭകൾ കണ്ടാൽ ആർക്കിത് മനസ്സിലാകും? എല്ലാവരും അവനവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ശരിയെന്ന് തോന്നുന്നതനുസരിച്ച് മറ്റുള്ളവർ വന്നില്ലെങ്കിൽ അവനെ തകർക്കാനും അവനെ നശിപ്പിക്കാനും എന്ത് കുരുട്ട് അല്ലെങ്കിൽ എന്ത് കുതന്ത്രങ്ങളും ചെയ്യാനും തയ്യാറുള്ള ഒരു കൂട്ടത്തെ കണ്ടിട്ട് സ്വർഗത്തിലെ ദൂതന്മാർക്ക് ഈ ദൈവത്തിൻ്റെ യൂണിറ്റി, ദൈവത്തിൻ്റെ ആ സ്നേഹം എന്നുള്ള ആ പദ്ധതി സ്വർഗത്തിലുള്ളവർക്ക് മനസ്സിലാകുമോ ഇല്ലയോ? ഇതെൻ്റെ ചോദ്യം. എന്തുകൊണ്ടാണ് ഇന്ന് പലരും ദൈവസഭകൾക്കകത്ത് നകന്നുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്ന് പലരും ശരീരം കൊണ്ട് ആ സഭയ്ക്കകത്ത് വരുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് സഭയെ നകന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സഭയ്ക്കകത്ത് ഈ സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ഒരാളെ പിന്മാറ്റക്കാരനാണെന്നും അനാത്മീകനാണെന്നും ഒക്കെ മുദ്ര കുത്താനായിട്ട് ഭയങ്കര മിടുക്കന്മാരാണ്. നമ്മൾ ഭയങ്കര മിടുക്കന്മാരാണ്. ഞാൻ പണ്ട് നല്ല ക്ലീൻ ഷേവായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ മീശ വെച്ചു കഴിഞ്ഞപ്പം ഞാൻ വയനാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ കല്യാണം നടക്കുന്ന ആ സമയമാണ് വയനാട്ടിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ മീശ വെച്ച് കഴിഞ്ഞപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എന്നെ ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുന്ന ഒരു കർത്താവിന് ദാസനും കുടുംബവും അവർ അട്ടപ്പാടിയിലുണ്ടായിരുന്നു. ചിലപ്പോൾ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഞാൻ പേരൊന്നും പറയുന്നില്ല, ആരുടെയും പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം വയനാട്ടിൽ അവരുടെ ഒരു റിലേഷൻ ഒരു പാസ്റ്ററുണ്ട്. അപ്പം ഞാൻ മീശ വെച്ച് കഴിഞ്ഞപ്പം ഉടനെ ഈ പാസ്റ്റർ അവരെ വിളിച്ച് പറഞ്ഞു, ടോംസ് പിന്മാറ്റത്തിൽ പോയെന്ന്. ടോംസ് പിന്മാറ്റത്തിൽ പോയി. അപ്പം ഞാനത് അറിയുന്നില്ല. അപ്പം ഒരാൾ മീശ വെച്ച് കഴിഞ്ഞാൽ പിന്മാറ്റത്തിൽ പോയെന്ന് പറയുന്ന ഒരു സമൂഹം. എന്നിട്ട് അതിനേക്കാൾ രസം എന്താ വെച്ചാൽ ഞാനത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അട്ടപ്പാടിയിലെ കർത്താവിൻ ദാസിൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പാസ്റ്റർ അവിടെ ഇല്ല, പാസ്റ്റർ വൈഫാണ് ഉള്ളത്. അപ്പോൾ പുള്ളിക്കാരി എന്നെ കണ്ടപ്പോഴേ മീശയൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് പേടിയായി, ടോംസ് പിന്മാറ്റത്തിൽ പോയോ എന്ന് പുള്ളിക്കാരിക്ക് പേടിയായി. എൻ്റെ അടുത്തൊന്നും ചോദിച്ചൊന്നുമില്ല. ഇതൊക്കെ പുള്ളി പിന്നെ കുറേ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ. അതുകൊണ്ട് ഉച്ചയായപ്പം എനിക്ക് ചോറ് കഴിക്കാനായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ചോറ് എനിക്ക് കഴിക്കാൻ തന്നിട്ട് ഈ ആൻറ്റി വാതിലിൻ്റെ സൈഡിൽ നിന്നിട്ട് നോക്കിയെന്നാണ് പറഞ്ഞത്. പിന്നെ എന്നോട് പറഞ്ഞത്, അപ്പോൾ നമുക്കൊരു ചടങ്ങുണ്ടല്ലോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ പുള്ളിക്കാരി ഇതാ നോക്കിയത്. അപ്പോൾ കഷ്ടകാലത്തിന് ഞാൻ എന്ത് ചെയ്തു, അന്ന് ചോറ് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ചോറ് കഴിച്ചത്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പം ആൻറ്റിക്ക് സമാധാനമായി, ഓ ടോംസ് പിന്മാറ്റത്തിൽ പോയിട്ടില്ല എന്ന്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, മീശ വച്ചാൽ പിന്മാറ്റത്തിൽ പോയി എന്നും
ചോറിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പിന്മാറ്റത്തിൽ പോയില്ല എന്നും തീരുമാനിക്കുന്നത് അതാണോ യാഥാർത്ഥ്യം? അതാണോ പിന്മാറ്റമെന്നും ആത്മീയത എന്നും പറയുന്നത്? എൻ്റെ ചോദ്യം അതാ. എന്നിട്ട് തീർന്നില്ല. ഞങ്ങളുടെ വിവാഹം ആലോചിക്കുന്ന സമയത്ത് എൻ്റെ മാതൃസഭയിൽ നിന്ന് എൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, അയാൾ സുവിശേഷ വേലൊന്നുമല്ല, അയാൾ പിന്മാറ്റത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു കല്യാണം ആലോചിക്കുന്ന സമയത്ത്. അതിൻ്റെ പേരെ കുറേ പ്രശ്നമൊക്കെ ഉണ്ടായതാണ്. ഇന്നും പല ആൾക്കാരും പറയുന്നുണ്ട് ടോംസ് പിന്മാറ്റത്തിലാണെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം മക്കളെ, ഞാനൊരു കാര്യം പറയാം. പിന്മാറ്റമെന്നും ആത്മീയത എന്നും നമ്മൾ പറയുന്നത് ഈ പുറമേ കാണുന്ന കുറേ കാര്യങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. സഭ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ പുറത്ത് കാണുന്ന കാര്യങ്ങൾ വെച്ച് വിധിക്കുന്ന സ്വഭാവം സഭ അവസാനിപ്പിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ അത് സഭ അല്ലെന്നുള്ളതാണ്. കാരണം സഭയെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സഭ. ആ സഭയിലൂടെയാണ് സ്വർഗത്തിലെ ദൂതന്മാർക്ക് ഇത് മനസ്സിലാകേണ്ടത്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് സ്വർഗത്തിലുള്ളവർ മനസ്സിലാക്കുന്നത് സഭയെ നോക്കിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ സഭകളിൽ നടക്കുന്ന ഈ ഈ ഈ ഈ സ്നേഹമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ കാണുമ്പോൾ സ്വർഗത്തിലുള്ളവർ ദൈവത്തെക്കുറിച്ച് എന്താ ചിന്തിക്കുക എന്നറിയോ? ഇറ്റ് ഈസ് സോ ഡേഞ്ചറസ്. അതുകൊണ്ടാണ് മക്കളെ, ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയാൻ വരുന്നൊരു കാര്യമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ എഫെസോസ് സഭയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. നിൻ്റെ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞു എന്നൊരു കുറവ് നിന്നെക്കുറിച്ച് പറവാണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് ഞാൻ എൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയും. വെളിപ്പാട് പുസ്തകത്തിൽ നിലവിളക്കെന്ന് പറയുന്നത് സഭയാണ്. എന്നുവെച്ചാൽ ദൈവം പറഞ്ഞത്, സഭയ്ക്കകത്ത് സ്നേഹമില്ലെങ്കിൽ സഭ എന്നുള്ള പദവിയിൽ നിന്ന് ദൈവം നിങ്ങളെ നീക്കിക്കളയും. കാരണം അത് ദൈവം നീക്കിക്കളഞ്ഞില്ലെങ്കിൽ സ്വർഗത്തിലുള്ളവർക്ക് ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകും. കാരണം സ്വർഗത്തിലുള്ളവർ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് സഭയ്ക്കകത്തൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ സഭ ആ സ്നേഹത്തിൽ നിലനിന്നില്ലെങ്കിൽ ദൈവം ആ സഭയെ ആ സഭ എന്നുള്ള സ്ഥാനത്ത് നീക്കിക്കളയും. കാരണം അല്ലെങ്കിൽ സ്വർഗത്തിലുള്ളവർ ആ കൂട്ടം കണ്ടിട്ട് ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധരിക്കും. നടക്കരുത്. അപ്പോൾ ഈ സഭയ്ക്കകത്ത് ഈ യൂണിറ്റി എന്ന് പറയുന്നത്, ഐക്യത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, നമുക്ക് ശരിക്കും ഈ ഹിന്ദുക്കളോടൊന്നും സുവിശേഷം പറയാനായിട്ട് യാതൊരു യോഗ്യതയില്ലെന്ന്. ഹിന്ദുക്കളോടൊന്നും സുവിശേഷം പറയാനായിട്ട് യാതൊരു യോഗ്യതയില്ലെന്ന് ഞാനത് പറയുമ്പം എൻ്റെ ഉള്ളിൽ തിളച്ച് മറിയുന്ന ചില വികാരങ്ങളുണ്ട്. ഓക്കെ, പോട്ടെ. അപ്പം ഹിന്ദുക്കളോടൊന്നും സുവിശേഷം പറയാനായിട്ട് നമുക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ ചോദിച്ചു. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, നമ്മൾ ഈ ഹിന്ദുക്കളെ കൊണ്ടൊക്കെ സുവിശേഷം പറഞ്ഞ് അവരെ സഭയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവരുടെ വിവാഹത്തിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? നിങ്ങൾ ഹിന്ദുക്കളിൽ നിന്ന് വന്നതാ, ഞങ്ങൾ പാരമ്പര്യ ക്രിസ്ത്യാനികളാ എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യും? അവരെ മാറ്റി നിർത്തും. അപ്പോൾ എന്താ അവസാനം സംഭവിക്കുന്നത്? അവരുടെ സമുദായത്തിൽ നിന്ന് അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല, ഇതിനകത്തുനിന്നും വിവാഹം കഴിക്കാൻ പറ്റില്ല. ഇതിനാണോ ഹിന്ദുക്കളെ സുവിശേഷം പറഞ്ഞ് സഭയ്ക്കകത്തേക്ക് കൊണ്ടുവരുന്നത്? പല സഭകൾക്കകത്ത് നടക്കുന്നൊരു വിഷയമായത്. വിവാഹത്തിൻ്റെ സമയമാകുമ്പോഴാണ് ഇത് തലവെക്കുന്നത്. ഞാൻ പറഞ്ഞത് എല്ലാവരും ഹിന്ദുക്കളെ വിവാഹം കഴിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ വിവാഹം കഴിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കേണ്ട ചില
വിഷയങ്ങളുണ്ട്. ഒരു വിവാഹം എന്ന് പറയുന്നത് ഒരിക്കലും ജാതിയോ മതമോ വിദ്യാഭ്യാസമോ സൗന്ദര്യമോ ജോലിയോ സാമ്പത്തിക സ്ഥിതിയോ ഇതൊന്നും നോക്കിയായിരിക്കരുത് തീരുമാനിക്കേണ്ടത്. വിവാഹം തീരുമാനിക്കേണ്ടത് അത് ദൈവഹിതമാണോ അല്ലയോ എന്ന് നോക്കിയായിരിക്കണം. ഇന്ന് നമ്മളെങ്ങനെയാണ് തീരുമാനിക്കാറ്? നമ്മൾ വേറെ പലതുമൊക്കെ വെച്ചാൽ തീരുമാനിക്കാറ്. നോ, ദൈവസഭയ്ക്കകത്ത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ പാരമ്പര്യ ക്രിസ്ത്യാനിയെന്നോ ഉള്ള വ്യത്യാസം ഒരിക്കലുമില്ല. അതുണ്ടെങ്കിൽ അത് സഭയല്ല. ദൈവം ആ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ആ കൂട്ടം സ്വർഗത്തിൽ ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തും. മറക്കരുത്. ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മളൊക്കെ പറയുന്ന ഈ സഭ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ആ സാധനം, നമ്മുടെയൊക്കെ ആ ഒരു കൂട്ടം, അത് ലോകത്തോടും സ്വർഗത്തിലെ വാഴ്ചകളോടും അധികാരങ്ങളോടുമൊക്കെ ഈ ദൈവിക നിർണയം വെളിപ്പെടുത്തുന്നുണ്ടോ അതോ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണോ വെളിപ്പെടുത്തുന്നത്? സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ലോകത്തിലും സ്വർഗത്തിലും ഇത് വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ഏത്? ഈ ഐക്യത, എല്ലാവരും ഒന്നായി ചേർക്കുന്ന ദൈവത്തിൻ്റെ മനസ്സിലെ ആ ഹിതത്തിൻ്റെ മർമ്മം, ആ ജ്ഞാനം, അത് ലോകത്തിലും സ്വർഗത്തിലും വെളിപ്പെടുത്തുക എന്നുള്ളത് ആ സഭയുടെ ദൗത്യം എന്ന് പറയുന്നത്. അല്ലാതെ നമുക്കിഷ്ടമില്ലാത്തവരെ ചവിട്ടിപ്പുറത്താക്കുകയും നമുക്കിഷ്ടമില്ലാത്തവരെ കുറ്റം പറയുകയും നമുക്കിഷ്ടമില്ലാത്തവരെ തകർക്കുകയും നമ്മുടെ കൺമുമ്പിൽ അഭിനയിക്കാത്തവരെ ചവിട്ടിപ്പുറത്താക്കുകയും ചെയ്യുന്ന സംസ്കാരമല്ല സഭയുടെ സംസ്കാരം. ഇന്ന് പലപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. സഭയ്ക്കകത്ത് വന്നിട്ട് വലിയ പാട്ടും വലിയ ബഹളവും വലിയ കയ്യടിയൊക്കെ എടുത്താണെങ്കിൽ അവൻ സഭയ്ക്കകത്ത് വലിയ ആളാണ്. എന്നാൽ ഒരുത്ത സഭയ്ക്കകത്തൊന്നും മിണ്ടാതിരുന്നാലോ അവൻ ഏറ്റവും വലിയ പാപിയാണ്. 2 ആഴ്ച കഴിയുമ്പോഴേക്ക് അവനെ ചവിട്ടിത്തേച്ച് അവനെ പിന്നെ സഭയ്ക്കകത്ത് വരാത്ത കോലത്തിലാക്കി പറഞ്ഞേക്കും. ഇതാണോ സഭ? ഇതിൻ്റെ പേരാണോ സഭ? അല്ല. സഭ സ്നേഹത്തിൽ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നതാണ് സഭ. ബലഹീനരെ താങ്ങുന്നതാണ് സഭ. മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണുന്നതാണ് സഭ. അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, സഭാമേഖലയാകട്ടെ, കുടുംബജീവിതമാകട്ടെ, വിവാഹ തീരുമാനങ്ങളാകട്ടെ, എന്ത് വിഷയത്തിലും മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്നെന്താണ് സഭ. പുറമേ കാണുന്നത് വച്ച് വിധിച്ച് അവരെ തകർക്കുന്നതല്ല സഭ. അവനെയും വീണ്ടെടുത്ത കർത്താവിൻ്റെ സ്നേഹം അത് മനസ്സിലാക്കി അവനെ ചേർത്ത് പിടിക്കുന്നതാണ് സഭ. ആരോടെങ്കിലുമുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാനായിട്ട് അവനെക്കുറിച്ച് അപവാദം പറഞ്ഞു പരത്തുന്നതല്ല സഭ. അവനെ സ്നേഹിക്കാൻ തയ്യാറാകുന്നതാണ് സഭ. സഭയെ ദൈവം വിളിച്ചിരിക്കുന്നത് സ്നേഹിക്കാനാണ്. കാരണം ദൈവത്തിൻ്റെ സ്നേഹം അത് ഈ ലോകത്തിലും സ്വർഗത്തിലും വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് സഭയാണ്. അതാണ് ദൈവത്തിൻ്റെ ഡിസൈൻ പദ്ധതി.
ഇന്ന് രാത്രി ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മളെങ്ങനെയുള്ളവരാ? നമ്മളൊക്കെ കൂടി പറഞ്ഞ ആ സ്ഥലം അത് സഭയാണ് എന്ന പേരിന്, സഭ എന്നുള്ള പേരിന് അർഹമാണോ? നമ്മൾ എങ്ങനെയുള്ളവരാ? മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ താങ്ങുവാൻ തയ്യാറുള്ളവരാണോ? അതോ സ്വാർത്ഥതയുടെയും ഭിന്നതയുടെയും വിഭാഗീയതയുടെയും ഒക്കെ വക്താക്കളായിട്ട് ദൈവത്തെക്കുറിച്ച് ലോകത്തിലും സ്വർഗത്തിലും തെറ്റിദ്ധാരണ പരത്തുന്നവരാണോ ഞാനും നിങ്ങളും? മറക്കരുത്, ദൈവം സഭയിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഇതാണ്. നമുക്ക് അതിനായിട്ട് നമ്മെ ഒന്ന് സമർപ്പിക്കാമോ? കർത്താവേ, എന്നിലൂടെ നിൻ്റെ സ്നേഹം എല്ലാവരും അറിയുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ഒരു പഴയ പാട്ടില്ലേ, സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും നിറയണമേ, ഞാനോ കുറയണമേ. ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് നമുക്ക് അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ? ദൈവമേ, നിൻ്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. ദൈവമേ, സ്നേഹമായ അങ്ങ് എന്നിൽ വന്ന് നിറയണമേ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.